നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും സിനിമയിലേക്ക്. കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തി സുരേഷ് ഗോപി. ഒറ്റക്കൊമ്പൻ സിനിമയുടെ ചിത്രീകരണം പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിൽ തുടങ്ങി. സിനിമയിൽ അഭിനയിക്കാൻ കേന്ദ്രം അനുവാദം നൽകിയിരുന്നു. ഇതോടെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ക്യാമറയ്ക്ക് മുന്നിൽ വീണ്ടും എത്തിയത്. ചിത്രീകരണത്തിനൊപ്പം കേന്ദ്രമന്ത്രിയുടെ ഓഫീസും സെറ്റിൽ പ്രവർത്തിക്കും. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് കൂടി സെറ്റിലുണ്ടാകും. സിനിമ അഭിനയത്തിനിടയ്ക്ക് ഇടവേള കിട്ടുമ്പോൾ കേന്ദ്രമന്ത്രിയുടെ ചുമതലകൾ അദ്ദേഹം ഏറ്റെടുക്കും. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയും ചിത്രീകരണവും ജയിൽ വളപ്പിലെ ഗണപതി ക്ഷേത്രത്തിൽ നടന്നു. 40 ദിവസത്തെ ഷെഡ്യൂൾ നൽകാനാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുവാദം നൽകിയത്. 10 ദിവസത്തേതാണ് ആദ്യ ഷെഡ്യൂൾ. 3 സിനിമകൾ കൂടി സുരേഷ് ഗോപി കരാർ ഒപ്പിട്ടുണ്ടെങ്കിലും കേന്ദ്ര അനുമതി അതിന് കിട്ടിയിട്ടില്ല. എന്നാലും ഒറ്റക്കൊമ്പൻ പൂർത്തിയാക്കാൻ അനുവാദം കിട്ടിയിരിക്കുകയാണ്. കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന കഥാപാത്രമായി 2 ഗെറ്റപ്പുകളിലാണ് സുരേഷ് ഗോപി എത്തുന്നത്. കേന്ദ്രമന്ത്രിയായ ശേഷം താരം അഭിനയിക്കുന്ന ആദ്യ ചിത്രം. മന്ത്രിയായ ശേഷം അഭിനയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് ഉടലെടുത്തത്. അതായത് അദ്ദേഹത്തിന് അഭിനയിക്കാൻ കേന്ദ്ര അനുവാദം നൽകുന്നില്ല, തനിക്ക് അഭിനയിക്കണമെന്ന് കേന്ദ്രത്തെ അറിയിക്കുന്നു. അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപി ക്യാമറയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ജനുവരി 16 വരെയാണ് സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ. അതേസമയം ഈ ഇടയ്ക്ക് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് തൃശൂർ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്നതിനാൽ തൽക്കാലം സിനിമയിൽ അഭിനയിക്കേണ്ടതില്ല എന്നൊരു നിലപാട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയത്തിന് അനുമതിയില്ലെന്നും കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപിയുടെ സിനിമ അഭിനയത്തിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത് തുടക്കത്തിൽ എന്ന വിവരങ്ങളൊക്കെ പുറത്തുവന്നതാണ്. മന്ത്രി പദവിയിൽ ശ്രദ്ധിക്കാൻ മോദിയും അമിത്ഷായും നിർദ്ദേശം നൽകി എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ജയിപ്പിച്ച മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനും മന്ത്രി ഓഫീസിൽ സജീവമാകാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. ഇതോടെ ഏറ്റെടുത്ത സിനിമകൾ തുടരാനാകില്ല എന്ന പ്രതിസന്ധിയിലായിരുന്നു സുരേഷ് ഗോപി. കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PTD ആചാര്യം വ്യക്തമാക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആചാര്യ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ല. അവധിയെടുത്തു പോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല. സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല. മുഴുവൻ സമയ ജോലിയാണ് മന്ത്രി പദത്തെ കാണേണ്ടതെന്ന് PTD ആചാര്യ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ താൻ സിനിമ ചെയ്യുമെന്നും കേന്ദ്രത്തിനോട് അനുവാദം ചോദിച്ചെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയത്. സിനിമ ഞാൻ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ 6-ാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങും. എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം. ഏതാണ്ട് 20-22 സിനിമകളുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട്. എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു. 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ കെട്ട് അങ്ങനെ എടുത്ത് സൈഡിലേക്ക് എറിഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6-ന് ഇങ്ങോട്ട് പോരും. എൻ്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേർക്കൊരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്തു കൊടുക്കണം. ഇനി അതിൻ്റെ പേരിൽ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. തൃശ്ശൂരുകാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും. ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല, മോഹിച്ചതുമല്ല. എൻ്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു. അതിന് മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു. ഞാൻ എന്നും എൻ്റെ നേതാക്കളെ അനുസരിക്കും. സിനിമ എനിക്ക് പാഷനാണ്. അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനോട് പ്രതികരിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഇപ്പോൾ അദ്ദേഹം വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.